ആദിയോഗി മുനിസേവിത സിദ്ധമന്ത്രം ദാരിദ്ര്യ ദുഃഖ ഭവരോഗ വിനാശമന്ത്രം സംസാര സാഗര സമുദ്ധരണൈകമന്ത്രം വന്ദേ മഹാഭയഹരം രഘുരാമമന്ത്രം. വല്ലീ പ്രവാളനവ പല്ലവ പാദപത്മം കണ്ഠേക്ഷണം ജലതനീല തരോരുഹാഭം ശ്രീമന്ദിനീ നയനമോഹനമൂലമന്ത്രം രാമം നമാമി മുനിമാനസരാജകം. ദുഃഖകരമായ ഒരു ഭാഗത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു വല്ലാതൊരു ദശരഥ മഹാരാജാവ് മുമ്പ് ചെയ്ത ആ ഒരു ദുഷ്കർമ്മത്തിന്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്ന് കൗസല്യോട് പറയുന്നൊരു ഭാഗം. അത് പറഞ്ഞ അദ്ദേഹമല്ല മുനികുമാരൻ അന്ത്യശ്വാസം വലിച്ചു എന്ന് കൗസല്യോട് അദ്ദേഹം പറയുന്നു. വീണ്ടും പറയുകയാണ്, കൗസല്യേ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി അദ്ദേഹം എത്ര പരിതാപകരമായി ഉത്കണ്ഠ ഉള്ളവനായിരുന്നെന്നോ. അദ്ദേഹത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ച് അദ്ദേഹം അസ്വസ്ഥപ്പെട്ടതേയില്ല. പരുഷമായൊരു വാക്കുപോലും എന്നോട് പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞ മൃദുമധുരവും പ്രേമമയവുമായ വാക്കുകൾ എൻ്റെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നു കൗസല്യേ. അവസാന ശ്വാസത്തോടുകൂടി അദ്ദേഹം 3 വട്ടം ഓങ്കാര ജപത്തോടു കൂടിയാണ് കണ്ണടച്ചതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ മകൻ പറഞ്ഞത് കേട്ട് ഞാൻ വെള്ളവും കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് അവരെന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയെന്ന്. അവർ അന്വേഷിക്കുകയാണ്, മകനിന് ഇത്രയും സമയം എടുത്തത് എന്തിനാണ്, ഈ താമസത്തിന്റെ കാരണം എന്ത്. അവർ കൈകൾ മുന്നോട്ടൊന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീശി മകനെ സ്പർശിക്കുകയും അവന്റെ സാന്നിധ്യം അനുഭവപ്പെടുത്തുകയുമായിരുന്നു അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ അല്പം പിന്നോട്ട് മാറി. ഇതിനിടയിൽ വൃദ്ധദമ്പതികൾ എന്ത് ചെയ്തു അവരെന്നോട് പറയുകയാണ്, മകനിന് എന്താണ് ഞങ്ങളോടൊന്നും മിണ്ടാത്തത്, ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും ചെയ്താൽ അല്ലാതെ ഇനി കൊണ്ടുവന്ന വെള്ളം ഞങ്ങൾ കുടിക്കൂല. അങ്ങനെ അച്ഛനമ്മയും പറയുന്നു. ശ്രാവണന്റെ ജഡം എൻ്റെ പിന്നാലെ പർണശാലയിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ഭടന്മാർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു. അവർ ഈ ഘട്ടത്തിൽ അതുമായി എത്തിച്ചേർന്നു. ഞാൻ ആ ജഡം അമ്മയ്ക്ക് കയ്യെത്താവുന്നിടത്ത് വെച്ചു. അവർ ഈ ശരീരം സ്പർശിച്ചു. വളരെ കരുണാർദ്രമായി കരഞ്ഞു. എനിക്കത് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. കുറച്ചു നേരം കഴിഞ്ഞ സമയത്ത് അമ്മ ദുഃഖമൊട്ടൊക്കെ സഹിച്ച് എന്നോട് പറയുകയാണ്, ചക്രവർത്തി, ഞങ്ങളുടെ മകൻ നഷ്ടപ്പെട്ടത് കാരണം ഞങ്ങളുടെ ജീവിതം ഇനിയും നീട്ടിക്കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് വയസ്സായിരിക്കുന്നു. ഞങ്ങളെ ശുശ്രൂഷിക്കുവാനും പോറ്റുവാനും ഇനി ആരുമില്ലല്ലോ. അങ്ങൊരു കാര്യം ചെയ്യോ, അവനെ കൊന്നതുപോലെ ഞങ്ങളെയും കൊല്ലണം. അല്ലെങ്കിൽ ഒരു ചിതകൂട്ടി ഞങ്ങളുടെ പുത്രനോടൊപ്പം ആത്മാഹുതി ചെയ്യാനെങ്കിലും സൗകര്യപ്പെടുത്തി തരണം. ഞാൻ തലകുനിച്ച് അവരുടെ ആജ്ഞ അനുസരിച്ചു. ഉണങ്ങിയ വിറകുകൾ ശേഖരിച്ച് മേൽക്കുമേലെ വെച്ച് ഞാൻ ചിതയൊരുക്കി പുത്രന്റെ ജഡം അതിന്മേൽ വെച്ചു. അവർ അതിൽ യോഗശക്തിയാൽ അഗ്നി ജ്വലിപ്പിച്ചു. പിന്നീട് സ്വയം ദഹനം നടത്തി. അവർ ആ മാതാപിതാക്കളും ഈ കുട്ടിയോടുകൂടെ ആത്മാഹുതി ചെയ്തു എന്ന് പറയുന്നു. ആത്മാഹുതിക്ക് മുമ്പായിട്ട് അവർ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണോ, അവരുടെ ആ പുണ്യശാപം ഇന്ന് സത്യമായിരിക്കുകയാണ് കൗസല്യേ. ഈ സമയം ദശരഥൻ വിശ്രമിക്കാനും മനക്ഷോഭം നിയന്ത്രിക്കാനുമായി അല്പനേരം മിണ്ടാതിരുന്നു. കൗസല്യ അദ്ദേഹത്തെ സാന്ത്വനപ്പെടുത്തി സമാശ്വാസവും മനഃശാന്തിയും നൽകി. അവർ പറഞ്ഞു, നാഥ, ആ അമ്മയും അച്ഛനും എന്തു പറയൂ, എനിക്കത് കേൾക്കാൻ ഉത്കണ്ഠയുണ്ട്. അത്യാസന്നനായി കിടക്കുന്ന ഇദ്ദേഹത്തിനെ കൊണ്ട് അതെല്ലാം പറയിപ്പിക്കുന്നു. ദശരഥൻ കുറെ സമയം ഒന്നും മിണ്ടാതിരുന്നു. പറയാൻ തൊണ്ടക്ക് ശബ്ദം പുറത്തോട്ട് വരുന്നില്ല. മെല്ലെ മെല്ലെ പറയുകയാണ്, കൗസല്യേ, എനിക്ക് എന്ത് പറയാൻ കഴിയും, എനിക്ക് ആ വാക്കുകൾ എങ്ങനെ ആവർത്തിക്കാനാവും. അവർ പറഞ്ഞു, നിന്റെ പുത്രന്റെ വേർപാടിൽ അസഖ്യമായ പ്രാണവേദനയോടുകൂടി നീ ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ നിന്റെ ജീവിതം അവസാനിപ്പിക്കും. ഇതാണ് അവരെന്നോട് പറഞ്ഞത്. അനന്തരം അഗ്നിജ്വാലകൾ അവർ ശരീരം ജ്വലിപ്പിച്ചു. ആ കാലത്ത് എനിക്ക് പുത്രൻ ഉണ്ടായിരുന്നില്ലല്ലോ കൗസല്യേ, ഉണ്ടായിരുന്നില്ല. എൻ്റെ യൗവനകാലത്തായിരുന്നു അത്. അതുകൊണ്ട് അവരുടെ ശാപം എങ്ങനെ എന്നെ ബാധിക്കുമെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. അവരുടെ വാക്ക് എങ്ങനെ സത്യമാക്കുമെന്ന് ഞാൻ ഉള്ളിൽ ചിന്തിച്ചു. പക്ഷേ വൃദ്ധനായ മഹർഷിയുടെ വാക്കുകളായതുകൊണ്ട് സത്യമാകാതെ വരികയില്ലെന്നും ഞാൻ ആലോചിക്കാതിരുന്നില്ല. അതിൻ്റെ അർത്ഥം എനിക്ക് പുത്രന്മാരുണ്ടാവുമെന്നും ഞാൻ അവരിൽ നിന്നും വേർപെടുത്തപ്പെടുമെന്നുമാണല്ലോ. അന്ന് നമുക്ക് പുത്രന്മാരൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് നാം എത്ര ദുഃഖിതരായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഞാൻ
പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഈ ശാപം ഒരു അനുഗ്രഹമായി വരുമെന്ന് എനിക്ക് തോന്നി. എന്താ കാരണം? മക്കളുണ്ടാവുമല്ലോ, മക്കളുണ്ടായാലല്ലേ അകന്നുകൊണ്ടത്. അത് സത്യമായി വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. കാരണം ഞാൻ അവരിൽ നിന്നും വേർപെടുത്തപ്പെടുമെങ്കിലും എനിക്ക് പുത്രന്മാരുണ്ടാവുമല്ലോ. എനിക്ക് ഇതുവരെ ഈ രഹസ്യം നിന്നോട് പറയാൻ കഴിഞ്ഞില്ല കൗസല്യേ. ആ പരിശുദ്ധനായ തപസ്വിയുടെ വാക്ക് സത്യമാണ് സൂചിപ്പിക്കുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. രാമനിൽ നിന്നുള്ള വേർപാട് മൂലമുണ്ടായ പ്രാണവേദന എന്റെ അന്ത്യം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രാവണന്റെ ദുരന്ത കഥ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. എന്റെ ധൈര്യമെല്ലാം തീർന്നിരിക്കുന്നു. ഇനി അതെനിക്ക് സമാഹരിക്കാൻ സാധ്യമല്ല കൗസല്യേ. ഇങ്ങനെ ഓരോന്നോരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ദശരഥ മഹാരാജാവ്. കഴിഞ്ഞ സംഭവങ്ങളെ കുറിച്ചുള്ള ചിന്തകളിൽ ദശരഥൻ മുഴുകിപ്പോയിരിക്കുന്നു. അവസാനം രാമാ 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 എന്ന് 3 പ്രാവശ്യം വിളിച്ചുകൊണ്ട് അദ്ദേഹം കൗസല്യയുടെ മേൽ ചാരി. ഭർത്താവിൽ വന്ന മാറ്റം കൗസല്യ കണ്ടു. അവർ വിലപിച്ചു. പരിചാരകന്മാരും അതുപോലെ ദാസികളും മറ്റും വന്നു. ചക്രവർത്തി അവസാന ശ്വാസം വലിച്ചുവെന്ന് അവർ അറിഞ്ഞു. നഗരം കണ്ണീരിന്റെ താഴ്വരയും കഥനത്തിന്റെ ഇളകിമറിയുന്ന കയവുമായി മാറി. ജനക്കൂട്ടം രാജധാനിയിലേക്ക് പ്രവഹിച്ചു. നഗരവീഥികൾ വിലപിക്കുന്ന ജനസമൂഹത്തിന്റെ ദ്രുതപ്രവാഹ തരംഗങ്ങളായി തീർന്നിരുന്നു. ജനങ്ങൾ കൈകേയെ കണക്കിട്ട് ശപിച്ചു. ഇനി ഇന്ന മാതിരി ശാപം കിട്ടാന്നില്ല രാജ്ഞിക്ക്. കാരണം അവരുടെ ഗൂഢാലോചനകളുടെ ഫലമായിട്ടല്ലേ നഗരത്തിന് അതിന്റെ കണ്ണുകൾ നഷ്ടപ്പെട്ടതെന്ന് അവർക്ക് തോന്നി. കുലഗുരു വസിഷ്ഠൻ ദശരഥന്റെ ജഡം കിടന്ന തളത്തിലേക്ക് വന്നു. അദ്ദേഹം ഉചിതമായ ഉപദേശങ്ങൾ നൽകുകയാണ്. രാജ്ഞിമാരുടെ ദുഃഖം ശമിപ്പിക്കാൻ ശ്രമിച്ചു. എത്രയോ പ്രതാപവും പരാക്രമവും ഉണ്ടായിട്ടും അന്തരിച്ച പൂർവ്വപിതാക്കന്മാർക്ക് തന്നെ മരണത്തിൽ നിന്നും രക്ഷ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൗസല്യയെയും സുമിത്രയെയും സമാശ്വസിപ്പിച്ചു. സംസ്കാരാവസരത്തിൽ ശേഷക്രിയ ചെയ്യാൻ ആരുമില്ലാത്തതുകൊണ്ട് വസിഷ്ഠന്റെ ഉപദേശപ്രകാരം ജഡം ചീഞ്ഞു പോകാതിരിക്കാൻ എണ്ണത്തോണിയിൽ സൂക്ഷിക്കപ്പെട്ടു. ഇന്നിപ്പം ഒരു പെട്ടിയിലാക്കിയിട്ട് വെക്കാറുണ്ടല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ട്. അത് പണ്ടിങ്ങനെയായിരുന്നു. പെട്ടെന്ന് ദഹിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ പണ്ടിങ്ങനെയായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത്. വസിഷ്ഠൻ ഒരു സന്ദേശവാഹകനെ വിളിച്ച് അവനോട് പറഞ്ഞു, നോക്കൂ, ഭരതന്റെ അടുത്തേക്ക് ക്ഷണം പോകൂ. ചക്രവർത്തിയുടെ മരണത്തെപ്പറ്റി ഒരു അക്ഷരം പോലും പറയരുത്. എന്നാൽ ഇത്രമാത്രം അവനോട് പറയണം, അങ്ങും അങ്ങയുടെ സഹോദരൻ ഉടനെ തലസ്ഥാന നഗരിയിലേക്ക് വരണം എന്ന് കുലഗുരു ആവശ്യപ്പെട്ടിരിക്കുന്നു. സന്ദേശവാഹകൻ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ച് മന്ത്രിയുടെ അനുവാദവും വാങ്ങി അതിവേഗമുള്ള ഒരു രഥത്തിൽ ദീർഘയാത്ര ആരംഭിച്ചു. വളരെ 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 ദൂരാണ്. അയോധ്യ ദുഃഖത്തിലാണ്ട് കിടക്കാൻ തുടങ്ങിയത് മുതൽ അമംഗള സൂചനമായ ദുസ്വപ്നങ്ങളുടെ രൂപത്തിൽ ഭരതന് മുന്നറിയിപ്പുകൾ ലഭിച്ചുകൊണ്ടേയിരുന്നു. ദുസ്വപ്നങ്ങൾ തന്റെ മുന്നിൽ കൊണ്ടുവന്ന കൊടുംഭീതിയും പ്രക്ഷുബ്ധതയും കാരണം ഭരതൻ പെട്ടെന്ന് ഞെട്ടിയുണരുക പതിവായി. അനേകം രാത്രികളിൽ ഭരതന് ഉറക്കമുണ്ടായിരുന്നില്ല. അദ്ദേഹം ഭയാകുലനായ നിലയിൽ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. എന്തോ ചീത്ത വാർത്ത തന്റെ അടുത്തെത്തുന്നതായി അദ്ദേഹം ഭയപ്പെട്ടു. അദ്ദേഹം പുലരുന്നതിന് മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് പ്രതീക്ഷിച്ചിരുന്ന ആപത്ത് ഒഴിവാക്കാനും ദേവന്മാരെ പ്രസാദിപ്പിക്കാനുമായി പല പല കർമ്മങ്ങളിലും ആരാധനയിലും മുഴുകുകയായിരുന്നു ഭരതൻ. ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദീർഘനേരം മന്ദിരങ്ങളിൽ ഇരുന്നു. ഇതെല്ലാം ചെയ്തിട്ടും രക്ഷയില്ല. ഒരസാധാരണമായ ഭീതി അദ്ദേഹത്തെ വിടാതെ അലട്ടിക്കൊണ്ടിരുന്നു. ഈ സ്വപ്നങ്ങൾ 14 ദിവസങ്ങളോളം തുടർച്ചയായിട്ടുണ്ടായി. ഭരതൻ തന്റെ ധൈര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും നെല്ലിപ്പടി കണ്ടു. അപ്പൊ ഈ നിമിത്തം നിങ്ങൾ കാണാൻ തുടങ്ങി 14 ദിവസമായി. അപ്പൊ 14 ദിവസമായ അയോധ്യയിൽ ഈ ബഹളവും ഒച്ചപ്പാടും ഒക്കെ തുടങ്ങിയിട്ടെന്ന് അർത്ഥം. ഇതിനിടയിൽ അയോധ്യയിൽ നിന്നുള്ള സന്ദേശവാഹകൻ യാത്രയുടെ 15-ാം ദിവസം കേകയ നഗരിയിലെത്തി. 15 ദിവസം കുതിരപ്പുറത്ത് യാത്രയിട്ടാണ് കേകയ നഗരിയിലെത്തി. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാലോ ദൂരം. ഭരതൻ അവിടെ ഉണ്ടായിരുന്നു. രാജധാനിയുടെ പ്രധാന കവാടത്തിൽ അയാൾ എത്തിയ വിവരം ഭരതനെ അറിയിച്ചപ്പോൾ വേഗത്തിൽ അയാളെ കൂട്ടിക്കൊണ്ടുവരാൻ അദ്ദേഹം ആജ്ഞാപിക്കുകയാണ്. അയാളുടെ ആഗമനത്തിന്റെ കാരണം എന്താണെന്ന് ക്ഷണം അറിയണല്ലോ. അത്രയും പെട്ടെന്ന് ആ വരവിന്റെ ഉദ്ദേശം മനസ്സിലാക്കണ്ടേ. സന്ദേശവാഹകൻ ഭരതനെ നമസ്കരിച്ചു. കുലഗുരുവിന്റെ കൽപ്പന പ്രകാരം അദ്ദേഹവും സഹോദരനും അയോധ്യയിലേക്ക് ഉടനെ പുറപ്പെടണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ഭരതൻ അയോധ്യയിലെ ജനങ്ങളുടെ ക്ഷേമത്തെപ്പറ്റി അന്വേഷിച്ചു. പലതരം ചോദ്യങ്ങൾ ദൂതനോട് ചോദിച്ചു. അവർ ക്ഷണം അയോധ്യയിലേക്ക് പുറപ്പെടണമെന്ന ഗുരുവിന്റെ ആവശ്യമല്ലാതെ പ്രത്യേകമായി മറ്റ് യാതൊന്നും അറിയിക്കാനില്ലെന്ന്
അയാൾ മറുപടി പറഞ്ഞു, ഈ കാര്യത്തിനാണ് താൻ വന്നത്. കൂടുതലായൊന്നും തനിക്ക് പറയാനില്ല. മാത്രമല്ല താനൊന്നും അറിയുകയുമില്ല. ഇത്രയും അവൻ അറിയിച്ചു. സന്ദേശവാഹകന്മാർ രാജകുടുംബത്തിലെ യജമാനന്മാരോട് ആവശ്യമുള്ളത്ര മാത്രം സംസാരിക്കുന്നവരാണെന്നും യജമാനന്മാരും അവരെ അധികം നിർത്തി സംസാരിപ്പിക്കരുതെന്നും ഭരതൻ അറിയാമായിരുന്നു. അല്പം ചില നിമിഷങ്ങളോളമേ അവരോട് സംസാരിക്കുവാൻ പാടുള്ളൂ എന്നതാണ് ആചാര നടപടി. അവരേതായാലും ഇവരുടെ അജ്ഞാനവർത്തികളെ നിൽക്കേണ്ടവരില്ല. അവരോട് ഇങ്ങനെ ആവശ്യമില്ലാതെ വർത്താനം പറഞ്ഞാൽ അവനവന്റെ വില പോകും നമുക്കറിയാം. സന്ദേശവാഹകന്മാർക്ക് പ്രത്യേക മാറ്റടക്ക വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ എഴുന്നേറ്റ് മുറി വിട്ടിട്ട് പോയി. ആ നിമിഷം തന്നെ ഭരതൻ അന്തർഗൃഹത്തിലേക്ക് പ്രവേശിച്ചു. മാധവനോട് അനുജ്ഞ വാങ്ങി ശത്രുഘ്നോടൊന്നിച്ച് രഥത്തിൽ കയറി വേഗം രഥമോടിക്കാൻ നിർദ്ദേശിച്ചു. നിർഭീകരമായ ഒരു വില്ലിൽ നിന്നും പുറപ്പെട്ട ശരം പോലെ രഥം മലമ്പാതകളും കുന്നിൻ ചെരുവുകളും കാട്ടുപാതകളും കടന്ന് അതിവേഗത്തിൽ പാഞ്ഞു. രാമാസ്ത്രം പോലെ രഥവേഗം എന്ന പോലെ ഭരതന്റെ ഹൃദയത്തിൽ ദുഃഖവും ഉയർന്നു വരുന്നുണ്ടായിരുന്നു. എന്തിനാണ്, എന്ത് കാരണമാണ് ഇത്ര തിരക്കിട്ട് വിളിച്ചു വരുത്തിയതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വിവരണാതീതമായ ഒരു വേദന അദ്ദേഹത്തെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഭക്ഷണത്തിനോ ദാഹശമനത്തിനോ ഒരിറക്ക് വെള്ളത്തിനോ വഴിക്ക് തങ്ങാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. എത്രയും വേഗം അയോധ്യയിലേക്ക് അച്ഛന്റെ സമീപത്തേക്ക് എത്തണം എന്നുള്ള വിചാരേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. തന്റെ ജ്യേഷ്ഠൻ എന്തോ ആകൽ സൂചനയും ഉത്കണ്ഠയുമുണ്ടെന്ന് ശത്രുഘ്നൻ മനസ്സിലാക്കി. ഭക്ഷണപാനീയങ്ങൾക്കായി യാത്ര നിർത്തണമെന്ന് 2-4 വട്ടം അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പക്ഷേ ഭരതൻ ശ്രദ്ധിച്ചതേയില്ല. അദ്ദേഹം നിശബ്ദത പാലിച്ചു. കൂടാതെ അവരുടെ യാത്രയിൽ ഒട്ടേറെ ദുശകുനങ്ങളും അവർ കാണുകയാണ്. വിപൽസൂചകമായ സ്ഥാനങ്ങളിൽ നിന്നും ദിക്കുകളിൽ നിന്നും കാക്കകൾ പരുഷസ്വരത്തിൽ കരയുകയാണ്. ഭയജനകമായ സ്വരത്തിൽ നായകൾ ദയനീയമായി ഓരിയിടുകയാണ്. അതുവരെ ശത്രുഘ്നൻ ധീരമായി നിർത്തിയിരുന്ന ശാന്തതയെ ഈ ലക്ഷ്മണൻ നലമ്പോലപ്പെടുത്തി കളഞ്ഞു. ഈ ലക്ഷണങ്ങൾ അയോധ്യ നഗരിയുടെ പ്രധാന കവാടത്തിൽ അവർ എത്തി. മേലോട്ട് നോക്കിയപ്പോൾ അവർക്കുണ്ടായിരുന്ന ഭയം സ്ഥിരപ്പെട്ടു. കാരണം മാവില കൊണ്ടുണ്ടായിരുന്ന തോരണങ്ങൾ ദിവസങ്ങളായി മാറ്റിയിരുന്നില്ല. ശോകമൂകമായ കവാടത്തിൽ വിലങ്ങനെ ഉണങ്ങിയ പത്രങ്ങൾ മാത്രം തൂങ്ങിക്കിടന്നു. ഉണങ്ങിക്കരിഞ്ഞ ഈ മാവിലകൾ മാത്രം. രോഷം കൊണ്ടോ ദുഃഖം കൊണ്ടോ നന്മ ലഭിക്കുകയില്ല. രോഷം കൊണ്ടോ ദുഃഖം കൊണ്ടോ പല്ലിഞ്ഞിരിക്കുന്നത് പോലെ കാറ്റിനെതിരായി അവ ആടിക്കൊണ്ടിരുന്നു. പച്ചിലകൾ തൂക്കിയിടാതിരിക്കാൻ കാരണം എന്താണ്? നഗരത്തിന് എന്ത് സംഭവിച്ചു? ഈ അവഗണന എന്തിന്? ഈ ദുഃഖത്തിന്റെ ലക്ഷണവും എന്തിന്? ഏതോ വ്യഥയുടെ ഭീകരമായ ഒരു അശനിപാതം തലസ്ഥാന നഗരിയുടെ മേലുണ്ടായിട്ടുണ്ടെന്ന് ആ സഹോദരന്മാർ ഊഹിക്കുക തന്നെ ചെയ്തു. അവർ നഗരത്തിൽ പ്രവേശിച്ച് തേരോടിച്ച് മുന്നോട്ട് പോയി. കവാടത്തിനടുത്തായിരുന്നു രാജാവിന്റെ വക കുതിരപ്പന്തിയും ആനപ്പന്തിയും. ഭരതന്റെ ദൃഷ്ടികൾ അവയിൽ പതിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം പൊട്ടിപ്പോയി. ആത്മനിയന്ത്രണം തന്നെ നശിച്ചുപോയി. കാരണം അവയിലുണ്ടായിരുന്ന മൃഗങ്ങൾ തലതാഴ്ത്തി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ചലനം പോലും ഇല്ലാതെ സ്ഥിതി ചെയ്യുകയായിരുന്നു. കാരണം മൃഗങ്ങൾ സംസാരിക്കാനാവില്ല എന്നേ ഉള്ളൂ. എന്ത് സംഭവിച്ചാലും അത് അവർക്ക് അറിയാൻ പറ്റും. പാപ്പാമാരും കുതിരക്കാരും താങ്ങാനാവുന്ന ദുഃഖത്തോടുകൂടി തലയുയർത്താനാവാത്ത നിലയിലായിരുന്നു. അവർ നഗരത്തിൽ കുറെ കൂടി മുന്നോട്ട് പോയപ്പോൾ ഉള്ളിലുള്ളവർക്ക് ആരെയും അകത്തേക്ക് സ്വാഗതം ചെയ്യാൻ ഇഷ്ടമില്ലെന്ന പോലെ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള മന്ദിരങ്ങളുടെ പുറംവാതിലുകൾ അടച്ചിട്ടിരിക്കുന്നതായി കണ്ടു. വീഥികൾ തൂത്തുവാരാതെ പൊടി നിറഞ്ഞു കിടന്നിരുന്നു. അങ്ങനെയല്ല സ്വതവേ അയോധ്യ എന്ന് പറഞ്ഞാല് എല്ലാം മംഗളസൂചകങ്ങളായ കാര്യങ്ങൾ മാത്രം നടക്കുന്നൊരു നഗരമായിരുന്നു. ഇന്നിപ്പോ ഇതെല്ലാം തകിടം മറിഞ്ഞിട്ടാ ഉള്ളത്. വെളിയിൽ അങ്ങിങ്ങായി കാണപ്പെട്ടിരുന്ന ചുരുക്കം ചില പൗരന്മാർ അടുത്തു വരുന്ന രഥം കണ്ടപ്പോൾ നോട്ടം തിരിച്ചു കളഞ്ഞു. കാണാൻ കഴിയുന്നില്ല അവർക്ക്. അവർ ഭരതനെ തിരിച്ചറിഞ്ഞപ്പോൾ കണ്ണീർ ഒഴിച്ചു. രത്നകമ്പോളം അടച്ചിട്ടിരുന്നു. അപ്രകാരം തന്നെ എല്ലാ വ്യാപാര സ്ഥലങ്ങളും പൂട്ടിക്കിടന്നു. നഗരത്തിൽ സർവത്ര വ്യാപിച്ചിരുന്ന മ്ലാനതയും അതുപോലെ നിർജീവത്വവും എന്ത് കാരണത്താലാണ് ഉണ്ടായത്? ആരോടെങ്കിലും അന്വേഷിക്കാനായി നാവ് പൊന്തണ്ടേ? നാവ് പൊങ്ങിയില്ല. ഈ കഠിന ദുഃഖത്തിന്റെ മുൻകൂട്ടി കാണാൻ സാധിക്കാതിരുന്ന ചിഹ്നങ്ങൾ കണ്ട അദ്ദേഹം മരവിച്ചുപോയി. രഥം രാജധാനിയിലേക്ക് പ്രവേശിച്ചു. പാരമ്പര്യപ്രകാരമുള്ള ജയ് ജയ് ശബ്ദങ്ങൾ മുഴക്കാതെയും ആനന്ദത്തിന്റെ ആർപ്പുവിളികളില്ലാതെയും നിശബ്ദമായി കാവൽക്കാർ അവരെ സ്വീകരിച്ചു. ജയ ജയെന്ന് വിളിക്കുന്നില്ല. അവർ മൂകമായി നമ്രശിരസ്കരായി നിലകൊണ്ടു. അവർ കണ്ണുകൾ ഉയർത്തിയില്ല. കാരണം
കണ്ണുനീർ പ്രവാഹം. ഏതോ ഭയങ്കര വിപത്ത് നഗരത്തെ ആക്രമിച്ചിട്ടുണ്ടെന്ന് ആ സഹോദരന്മാർക്ക് ബോധ്യമായി. അവർ രഥത്തിൽ നിറങ്ങി രാജധാനിക്കുള്ളിലേക്ക് ഓടുകയായിരുന്നു. അവർ ഭരതൻ എത്തിയിട്ടുണ്ടെന്ന് കൈകേയി മനസ്സിലാക്കിയിരുന്നു. അവർ വളരെ ആനന്ദത്തോടൊരു പുത്രനെ സ്വീകരിക്കാൻ ഒരു ലക്ഷണം കെട്ട അമ്മ മുന്നോട്ട് നടന്നു. അവരനുഗമിച്ചിരുന്ന പരിചാരികമാർ ദുഃഖം കൊണ്ട് ഞരങ്ങുന്നുണ്ടായിരുന്നു. ഭരതൻ അവരുടെ മുഖത്ത് നോക്കി. നിന്നേടത്ത് തന്നെ ബോധം നശിച്ച നിലയിൽ അദ്ദേഹത്തിന് വാക്കുപോലും പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ കൈകേയി സംസാരിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, മകനെ, നിന്റെ മാതൃന് സുഖം തന്നെയോ? ഭരതൻ ആ ചോദ്യത്തിന് അവ്യക്തമായ എന്തോ മറുപടി നൽകി. എന്നിട്ട് അങ്ങോട്ട് തന്റെ ചോദ്യം ചോദിച്ചു. അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു? എന്റെ ജ്യേഷ്ഠന് സുഖം തന്നെയല്ലേ? എന്റെ മറ്റു സഹോദരന്മാർക്ക് സുഖം തന്നെയല്ലേ? എന്റെ അമ്മായിമാർ, രാജ്ഞിമാർ, അവർക്കും? ഇത് കേട്ടപ്പോൾ കൈകേയും ഉണ്ടാതിരുന്നു. ഒന്നല്ല ഇപ്പൊ നീ പറയേണ്ടത്. എനിക്ക് വേണ്ടി ഞാനൊരു നല്ല കാര്യം ചെയ്തിട്ടാകുമ്പോ നീ ഇതൊക്കെയാണോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഉള്ളിൽ ആത്മകഥം ചെയ്തുകൊണ്ട് അവരും ഉണ്ടാതിരുന്നു. ചുറ്റും നിന്നിരുന്ന പരിചാരികമാർക്ക് കണ്ണുനീർ പൊട്ടി. എന്തോ ഭയങ്കരമായ വാർത്ത തന്നിൽ നിന്നും ഒളിച്ചു വെച്ചിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഭരതൻ ചോദിച്ചു, അമ്മേ, അച്ഛൻ എവിടെ? ഇത് കേട്ട് പരിചാരികമാർ പൊട്ടിക്കരഞ്ഞു. അതുകൊണ്ട് ഇനി താമസിപ്പിക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി കൈകേയും കണ്ണുനീർ പൊഴിച്ച് ദുഃഖിതയായ സ്ത്രീയുടെ ഭാഗം അഭിനയിച്ചു, അനുഭവിക്കുകയല്ല. അവര് അഭിനയിച്ചു. ഭരതൻ അന്യ സഹായമില്ലാതെ ഈ രഹസ്യത്തിന്റെ ഉരുക്കഴിക്കാൻ സാധിച്ചില്ല. ആർക്ക് എന്ത് സംഭവിച്ചുവെന്നും എല്ലാവരും എന്തിനാണ് ഇത്ര ദുഃഖിക്കുന്നതെന്നും വിശദീകരിച്ചു തരാൻ അദ്ദേഹം അമ്മയോട് അപേക്ഷിച്ചു. കൈകേയി പറഞ്ഞു, മകനെ, ഞാൻ എന്താണ് പറയേണ്ടത്? മന്ധരയുടെ സഹായത്തോടുകൂടി ഞാൻ ആഗ്രഹിച്ചതെല്ലാം നേടാൻ സാധിച്ചു എന്നതിൽ ഞാൻ വളരെ സന്തുഷ്ടയായിരുന്നു. എന്നാൽ ആദ്യത്തെ നടപടിയിൽ തന്നെ എന്റെ വിജയം ഛിന്ന ഭിന്നമായിരിക്കുകയാണ്. ദേവന്മാർ അതിന്മേൽ ഒരു അശുഭദൃഷ്ടി പതിപ്പിച്ചിരിക്കുകയാണ്. ചക്രവർത്തി, എന്റെ പ്രിയപ്പെട്ട പിതാവ് സ്വർഗം പ്രാപിച്ചു. കൈകേയി ഉറക്കെ കരയാൻ തുടങ്ങി. ആർക്ക് കേൾക്കാൻ ഒരു കരുന്ന്? ഈ വാക്കുകൾ ഭരതന്റെ കാതിൽ പതിച്ചതോടുകൂടി ഭരതൻ സിംഹഗർജനം കേട്ട പിടിയാനെ പോലെ നിലത്ത് വീണ് ഉരുണ്ടു. അദ്ദേഹം വിലപിച്ചു, കഷ്ടം അച്ഛാ. ഒരു വാഴ ചീന്തി രണ്ടാക്കിയതുപോലെ ശത്രുഘ്നൻ നിലത്ത് വീണു. അവരുടെ പ്രാണവേദന അവർണ്ണനീയവും അമേയവുമായിരുന്നു. ഭരതൻ എഴുന്നേറ്റിരുന്നു. രണ്ട് കൈ കൊണ്ട് തല അമർത്തിപ്പിടിച്ചു. ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, അങ്ങാന്തി ശ്വാസം വലിക്കുമ്പോൾ അങ്ങയുടെ സമീപം നിൽക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. ഞങ്ങൾ എന്ത് മഹാഭാവങ്ങളാണ് അച്ഛാ. 4 മക്കൾ 4ആൾക്കും ഒരേ തോതിൽ നന്മ ലഭിക്കുകയില്ല. ഈ ഭരതനും ശത്രുഘ്നും ഏറ്റവും മോശക്കാരായിപ്പോയി, ഏറ്റവും നിർഭാഗ്യവാന്മാരെ ആയിപ്പോയി. അവസാന നിമിഷങ്ങളിൽ അങ്ങ് പ്രേമപൂർവ്വം ഞങ്ങളോട് സംസാരിക്കുമായിരുന്നല്ലോ. അത് ഞങ്ങൾക്ക് അമൂല്യമായ അനുഗ്രഹങ്ങളും ജീവിതം നയിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും തരുമായിരുന്നല്ലോ. അങ്ങയുടെ അടുത്ത് ആ അവസരത്തിൽ രാമൻ ഉണ്ടായിരുന്നുവെന്നതിൽ ഞങ്ങൾ കൃതജ്ഞരാകേണ്ടതാണ്. ഞങ്ങളെ അറിയിക്കാൻ അങ്ങ് ആഗ്രഹിച്ച കാര്യങ്ങൾ ജ്യേഷ്ഠനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ അച്ഛാ? അത് തീർച്ചയാണ്. സഹോദര, എഴുന്നേൽക്ക്, എൻ്റെ കൂടെ വരും. നമ്മൾ രണ്ടുപേരും രാമന്റെ അടുത്ത് പോയി അച്ഛൻ നമ്മൾക്ക് തരാൻ എന്ത് സന്ദേശമാണ് കൊടുത്തിട്ടുള്ളതെന്ന് അറിയുക. അമ്മേ, രാമൻ ഇപ്പോൾ എവിടെ ആണുള്ളതെന്ന് പറയൂ. ഭരതൻ എഴുന്നേറ്റ് പോകാൻ തയ്യാറായി നിന്നു. അദ്ദേഹം അമ്മയുടെ മറുപടിക്ക് മാത്രം അമ്മ എന്താ പറയുന്നെന്ന് ശ്രദ്ധിച്ചു കേൾക്കാൻ മാത്രം ഉണ്ടാതിരിക്കുകയാണ്. കൈകേയി പറഞ്ഞു, മകനെ, രാമൻ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ നിന്റെ അച്ഛൻ അന്തരിക്കുകയില്ലായിരുന്നു. നിനക്കതറിയുകയില്ലേ? രാമൻ നഗരത്തിലില്ല. നീ അറിഞ്ഞില്ലേ ഇതൊന്നും? ഇത് വ്രണത്തിൽ വിഷമൊഴിക്കും പോലെ ആയിരുന്നു. ഈ പുതിയ അടിയേറ്റപ്പോൾ ഭരതൻ ഞെട്ടിപ്പോയി. ഭരതൻ ചോദിച്ചു, അമ്മേ, രാമൻ എന്റെ ശ്വാസമാണ്. രാമൻ എവിടേക്കാണ് പോയിരിക്കുന്നത്? ഭരതൻ തകർച്ചയുടെ വക്കിലായിരുന്നു. കൈകേയി വേഗത്തിൽ ദൃഢമായും മറുപടി പറഞ്ഞു, എവിടേക്കെന്നോ? അവർ എവിടേക്ക് പോയെന്നാണോ നീ ചോദിക്കുന്നത്? ശരി, കാട്ടിലേക്ക് ഇരിക്കാം. ഭരതൻ ഇടയിൽ കടന്നു. പക്ഷെ കാട്ടിലേക്ക് പോയ രാമൻ ഇനിയും മടങ്ങി വരാത്തത് എന്തേ? കൈകേയിയുടെ മറുപടി എത്രയും ശാന്തമായും കരുതലോടു കൂടിയുമായിരുന്നു. അവർ പറയുകയാണ്, മകനെ, ആ നീണ്ട കഥ പറയാനോ ശ്രദ്ധിക്കാനോ നമുക്ക് നേരമില്ല കേട്ടോ. ആദ്യം അച്ഛന്റെ ശവസംസ്കാരത്തിനുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുക. അതാണ് ആദ്യം വേണ്ടത്. തന്റെ അമ്മ ഏതോ അസുഖകരമായ രഹസ്യം തന്നിൽ നിന്നും മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഈ മറുപടിയിൽ നിന്നും ഭരതൻ മനസ്സിലാക്കി. രാജബുദ്ധിയല്ലേ, ഒന്ന് കാണുമ്പോഴേ അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് അദ്ദേഹം സീതയുടെയും ലക്ഷ്മണന്റെയും വിവരങ്ങളെ പറ്റി
നന്നായി ചോദിക്കാൻ തുടങ്ങി. അമ്മ മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. അവർ രണ്ടാളും കാട്ടിലേക്ക് രാമനെ അനുഗമിച്ചിരിക്കുകയാണ്. അവർ 14 സംവത്സരം കഴിയുന്നതിന് മുമ്പായി ഈ നഗരത്തിലേക്ക് തിരിച്ചു വരികയില്ല. അപ്രകാരമാണ് നിന്റെ അച്ഛൻ ആജ്ഞാപിച്ചത്. ദൃഢവും സ്ഥിരവുമായ സ്വരത്തിലാണ് കൈകേയി ഈ പ്രസ്താവന ചെയ്തത്. എന്റെ ഈ പ്രസ്താവനകൾ മൂലം ഭരതനിൽ നിരാശയും കഠിന ദുഃഖവും വർദ്ധിച്ചു വരികയാണെന്ന് കൈകേയി കണ്ടു. അവർ മകനെ അടുപ്പിച്ചു നിർത്തി ശിരസിൽ തലോടിക്കൊണ്ട് ആശ്വസിപ്പിക്കാൻ ആരംഭിച്ചു. മകനെ, അച്ഛനെ പറ്റി വിലപിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തുടർച്ചയായി തന്നെ സൽക്കർമ്മങ്ങളിൽ നിരതനായിരുന്നല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവ് സ്വർഗം പ്രാപിച്ചിരിക്കണം. അദ്ദേഹം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആദർശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് നിന്റെ ഇപ്പോഴത്തെ ധർമ്മം. അദ്ദേഹം ചെയ്ത പോലെ സൽപ്രവൃത്തികൾ ചെയ്ത് യശസ്സാർജിക്കുകയും സാമ്രാജ്യ ഭരണം സന്തോഷപൂർവ്വം നടത്തുകയും ചെയ്യുക. നിന്റെ വിവേകപൂർവവും ദയാപൂർണവുമായ ഭരണം കൊണ്ട് അദ്ദേഹത്തിന്റെ കീർത്തി വർദ്ധിപ്പിക്കുക മകനെ. രാജവംശത്തിന്റെ മഹത്തായ പേര് നിലനിർത്തുകയും ചെയ്യുക ഭരത. തന്റെ പുത്രന്റെ വ്രണിത ഹൃദയത്തെ സുഖമയമാക്കുന്നതിൽ കൈകേയി ഈ വാക്കുകളും ഇതുപോലുള്ള മറ്റു വാക്കുകളും ഉപയോഗിച്ച് പരിശ്രമിച്ചു. എന്നാൽ ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയങ്ങളിൽ കഠാരി കുത്തിയിറക്കിയതുപോലുള്ള അനുഭവമാണ് ഉണ്ടാക്കിയത്. ഓരോ വാക്കും ചുറ്റിക കൊണ്ടടിക്കുന്നത് പോലെ ഭരതനെ പീഡിപ്പിച്ചു. അവർ പറയുന്നത് കേട്ടപ്പോൾ ശത്രുഘ്നന് സർവാംഗം ചുട്ടുപോകുന്നത് പോലെ തോന്നി. പക്ഷേ അദ്ദേഹം നിശബ്ദനായി നിന്നു, വിലപിച്ചില്ല. ഭരതൻ സത്യം കണ്ടുപിടിക്കാൻ തീരുമാനിച്ചുകൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റു. അമ്മ ചില വസ്തുതകൾ തന്നിൽ നിന്നും മറച്ചു പിടിച്ച് പഴങ്കഥ പോലെ സംസാരിച്ച് തന്നെ കബളിപ്പിക്കുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നുക തന്നെ ചെയ്തു. അദ്ദേഹം ശത്രുഘ്നെയും കൂട്ടി അതിവേഗം മുറിയിൽ നിന്നും പുറത്തിറങ്ങി രാമന്റെ മാതാവും ജ്യേഷ്ഠരാജ്ഞിയുമായ കൗസല്യയുടെ വസതിയിലേക്ക് പോയി. അവിടെ അദ്ദേഹം കണ്ടത് എന്താണെന്നും ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു. അവിടെ പൊടി മൂടിയ വസ്ത്രങ്ങളാൽ കൗസല്യ നാഥ നാഥ രാമ 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 എന്നുറക്കെ നിലവിളിച്ചുകൊണ്ട് നിലത്ത് കിടന്നുരുളുകയായിരുന്നു. പരിചാരികമാർ ദുഃഖ നിമഗ്നരായി ഏതെങ്കിലും രൂപത്തിൽ അവരെ ധൈര്യപ്പെടുത്താനായി ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു. ഭരതന് തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അമ്മേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം കൗസല്യയുടെ കാൽക്കൽ തളർന്നു വീഴുകയാണ്. സുമിത്രാദേവിയും കൗസല്യോടൊപ്പം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരിരുവരും ഭരതനെയും ശത്രുഘ്നെയും തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് അവർ ബോധരഹിതയായി. ബോധം തിരിച്ചു കിട്ടിയ ശേഷം അവർ പ്രാണവേദനയിൽ അന്യോന്യം കെട്ടിപ്പിടിച്ചു ഉച്ചത്തിൽ വിലപിച്ചു. രണ്ട് രാജ്ഞിമാരും ഏറ്റവും കഠിനമായ ശിലയെ പോലും വലിക്കുന്നതായിരുന്നു ആ രംഗം. ആ സഹോദരന്മാർക്ക് ഈ ദുഃഖഭാരം താങ്ങാൻ കഴിഞ്ഞില്ല. അവരും വീണു, നിലംപതിച്ചു പോയവരെ. അമ്മേ, എന്നെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ. അദ്ദേഹത്തിന്റെ മരണകാരണം എന്നോട് പറയൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരായ രാമലക്ഷ്മണൻ സീതയോടുകൂടി കാട്ടിൽ പോയത് എന്തിനാണ് അമ്മേ? എല്ലാം എനിക്ക് അസാധാരണമായി തോന്നുന്നുവല്ലോ. ഈ പ്രാണവേദനയിൽ നിന്ന് എന്നെ രക്ഷിക്കൂ. എല്ലാം എന്നോട് പറയൂ അമ്മേ. കൗസല്യയുടെ കാലുകൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭരതൻ ദയനീയമായി അഭ്യർത്ഥിച്ചു. കൗസല്യ അദ്ദേഹത്തെ മൃദുവായി ആശ്ലേഷിച്ചു. അവർ പറഞ്ഞു, മകനെ, നീ വന്നതോടുകൂടി എനിക്ക് അല്പം ആശ്വാസമായി. നിന്നെ കണ്ടതുകൊണ്ട് പ്രിയപ്പെട്ട രാമന്റെ വിരഹം കൊണ്ടുള്ള വേദന എനിക്ക് കുറച്ചത് മറക്കാൻ കഴിയും. നീ എനിക്ക് രാമനെ പോലെ തന്നെയാണ്. ഞാനൊരു വ്യത്യാസവും കാണുകയില്ല. എപ്രകാരം പറയുമ്പോൾ തന്നെ പൊട്ടിപ്പുറപ്പെട്ട കരച്ചിലും ഞരക്കങ്ങളും കൊണ്ട് സംസാരം ഇടക്ക് തടയപ്പെട്ടിരുന്നു. അവരിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ രാമ, നീ കാട്ടിൽ 14 കൊല്ലം കഴിക്കുമ്പോൾ എനിക്ക് അത്രയും കാലം ഇവിടെ ജീവനോട് ഇരിക്കാൻ കഴിയുമോ മകനെ? നിന്റെ അച്ഛനെ പോലെ ഞാനും വിരഹവേദന കൊണ്ട് ഭസ്മമായി തീരണമെന്ന് നീ തീർച്ചപ്പെടുത്തിയിട്ടുണ്ടോ രാമ? ആ കഷ്ടം, ഞാൻ എത്ര ദൗർഭാഗ്യവതിയാണ്. ഈ പൊട്ടിക്കരച്ചിലുകൾ കേട്ട് ഭരതന് മനോവേദന കൂടുതലായി. എല്ലാവിധമുള്ള ദുരന്തങ്ങളും ദുരിതങ്ങളും അദ്ദേഹത്തിന്റെ ഭാവന ചിത്രീകരിച്ചു. കാരണം അദ്ദേഹം ഇനിയും സത്യം അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ മരിച്ചു എന്നും പോയി എന്നും അങ്ങനെയൊക്കെ പറഞ്ഞല്ലാതെ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് അമ്മയോട്, അമ്മേ, എന്നിൽ നിന്നും വസ്തുതകൾ ഒളിച്ചു വെക്കരുതേ. എന്നെ വിശ്വസിക്കൂ. രാമൻ എന്തിനു വനത്തിലേക്ക് പോയി? അച്ഛന്റെ ചരമത്തിന്റെ കാരണം എന്തായിരുന്നു? എന്നോട് പറയുക. എന്നോട് പറഞ്ഞ് ഈ കുഴപ്പത്തിന്റെ നൂലാമാലകളിൽ നിന്ന് എന്നെ രക്ഷിച്ചു തരൂ. കൗസല്യാദേവി എപ്പോഴും സരളശീലയും ഋജുസ്വഭാവിയും പ്രകൃത്യാ ദയാലുവുമായിരുന്നു. അവർ ഭരതനെ തിരിച്ചു വന്ന രാമനായി തന്നെ കണ്ടു. ഭരതനടുത്ത് നിർത്തി കണ്ണുനീർ തുടച്ചുകൊണ്ട് അവർ പറയുകയാണ്, മകനെ ഭരത, ധീരനായിരിക്കൂ.
കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി ദുഃഖിക്കാതിരിക്കൂ. അത്രയും ദുഃഖം നിഷ്പ്രയോജനമാണ്. കാലം ശുഭമല്ലാതിരിക്കുമ്പോഴും പരിതസ്ഥിതികളിൽ ഇങ്ങനെ ഉപചാരം നടത്തുമ്പോഴും അസാധാരണ സംഭവങ്ങൾ ഉണ്ടാകും. ആരുടെയെങ്കിലും പേരിൽ കുറ്റം ചുമത്തിയിട്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക? നമുക്ക് ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല ഉണ്ണി. ഈ ദുഃഖത്തിന്റെ ഭാരവുമായി ജീവിക്കണമെന്ന് എൻ്റെ വിധിയാണ്. ഇത് ഒഴിവാക്കാൻ സാധ്യമല്ല. ഇത് ഞാൻ സഹിക്കുക തന്നെ വേണം. എന്നാൽ നീ ചെറുപ്പമാണ്, പുലർകാല രവിയെ പോലെയുള്ളവനാണ്, അത് ഓർത്തോളൂ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ രാമൻ അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് മരവുരിയും ധരിച്ച് ജട പിടിച്ച കേശമൂർധാവിൽ അറ്റം കെട്ടി നിർത്തി ഇപ്പോൾ കാട്ടിൽ അലഞ്ഞു നടക്കുകയായിരിക്കും. ഒരു നിമിഷത്തേക്ക് പോലും അവനെ പിരിഞ്ഞ് ജീവിക്കാൻ സാധിക്കാത്ത സീതയും മരവുരി ധരിച്ചുകൊണ്ട് അവന്റെ കൂടെ തന്നെ ഒന്നിച്ചുണ്ട്. ലക്ഷ്മണൻ കാട്ടിലേക്ക് പോകുന്നതിൽ നിന്ന് രാമൻ തടയാൻ നോക്കി. പക്ഷെ അവന്റെ പരിശ്രമങ്ങളെല്ലാം നിഷ്ഫലമായതേ ഉള്ളൂ ഉണ്ണി. രാമനില്ലാത്ത അയോധ്യ അവന് മനസ്സിന് തുല്യമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവനും രാമനെ ഗമിച്ചു. ഇതെല്ലാം എൻ്റെ കൺപിലാണ് നടന്നത്. ഞാൻ ഇനിയും ജീവിക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് പാപാത്മാവായിരിക്കണം. അങ്ങനെ അവര് ദുഃഖകരമായ ഒരു സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലത്താണ് നമുക്കിന്ന് ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളിൽ ഈ കഥ സമർപ്പിക്കേണ്ടിയിരുന്നത്. ശ്രീരാമചന്ദ്ര പ്രഭുവിന് ഒരു മംഗളം മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം വേദവേദാന്തവേദ്യായ മേഘശ്യാമളമൂർത്തയേ പുംസാം മോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം.